ഈ മത്തൻ്റെ പൂവ് ഒരു 5-8 എണ്ണം 25 രൂപ വിലയുണ്ട് മാർക്കറ്റിൽ. അപ്പോൾ നമുക്ക് ഇത്രയും പൂവാണ് കിട്ടിയിട്ടുള്ളത്. എൻ്റെ മത്തനിൽ പൂവ് പിടിച്ചു തുടങ്ങി. ഈ പൂവെല്ലാം ആൺപൂവുകളാണ്. ഈ തണ്ടിൻ്റെ നീളമൊക്കെ കണ്ടോ ഈ പൂവിൻ്റെ. അപ്പോൾ ഇതിനകത്ത് ഇനി പെൺപൂവുകൾ പിടിക്കണം. പിന്നെ അതുപോലെ ആൺപൂവിൽ നിന്ന് പരാഗണം നടക്കണം. അങ്ങനെയാണ് മത്തൻ്റെ സിസ്റ്റം. അങ്ങനെയാണ് മത്തങ്ങ പിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മത്തങ്ങയുടെ പൂവ് ആൺപൂവിനെ എടുത്ത് തോരൻ വയ്ക്കാം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് റെസിപ്പികൾ ഇത് വെച്ചുണ്ട്. ഇത് വേണ്ട, ഇങ്ങനെ നീളത്തിന് ഇങ്ങനെ മുറിച്ചെടുക്കണം. മുറിച്ചെടുത്തിട്ട് വെച്ച് തോരൻ ഉണ്ടാക്കണം. അതുപോലെ തന്നെ മത്തൻ പൂവ് പകോട ഉണ്ടാക്കും. ഇതിൽ പെൺപൂവ് പിടിച്ച് തുടങ്ങിയിട്ടില്ല. ഇതെല്ലാം ആൺപൂവാണ്. പെൺപൂവിനെ എങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒത്ത ചുവട്ടിലായിട്ട് ഈ ചുവട്ടിലായിട്ട് ഒരു ഉണ്ട പോലെ ഒരു സാധനം, അതാണ് മത്തനായി വളർന്നു വരിക. അപ്പോൾ അതിൻ്റെ വിത്ത് അതിവിടെയാണ് വളരുന്നത്. അതാണ് പെൺപൂവ്. ഇതൊക്കെ ആൺപൂവാണ്.